ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. യേശുവിൽ പ്രിയപ്പെട്ടവരെ, ദിനവൃത്താന്ത പുസ്തകത്തിൽ ഇങ്ങനെ തിരുവചന ഭാഗമുണ്ട്. തൻ്റെ മുമ്പിൽ നിഷ്കളങ്കരായി വർത്തിക്കുന്നവർക്ക് വേണ്ടി ശക്തി പ്രകടിപ്പിക്കുവാൻ കർത്താവിൻ്റെ കണ്ണുകൾ ഭൂമിയിലൂടാടി സഞ്ചരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത് ഈ നിഷ്കളങ്കതയാണ്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, നിങ്ങൾ ശിശുവിനെ പോലെ ആകുന്നില്ല എങ്കിൽ ദൈവരാജ്യം സ്വന്തമാക്കാൻ നിങ്ങൾക്ക് പറ്റുകയില്ല എന്ന്. ഒരു ശിശുവിനെ പോലെ ദൈവത്തിൽ പൂർണ്ണമായിട്ടും ആശ്രയിക്കുവാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യെശയ്യാപ്രവാചകൻ്റെ പുസ്തകത്തിൽ 26-ാം അധ്യായത്തിൽ 3-ാമത്തെ വചനം ഇങ്ങനെയാണ്: അങ്ങിൽ ഹൃദയം ഉറപ്പിച്ചിരിക്കുന്നവനെ അവിടുന്ന് സമാധാനത്തിൻ്റെ തികവിൽ കാത്തുകൊള്ളും. ദൈവത്തിൽ ഹൃദയം ഉറപ്പിക്കുക എന്ന് പറയുമ്പോൾ ഹൃദയം നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്രബിന്ദുവാണ്. അപ്പോൾ നമ്മുടെ ഹൃദയം കർത്താവിൽ ഉറപ്പിച്ചു കഴിയുമ്പോൾ ദൈവിക സമാധാനം കൊണ്ട് നാം നിറയപ്പെടുന്നു. നമുക്ക് അപ്രകാരമായിരിക്കാം. ദൈവം ആഗ്രഹിക്കുന്ന അവസ്ഥയിലേക്ക് നാം മാറുമ്പോഴാണ് നമ്മുടെ ജീവിതം ഒരു അനുഗ്രഹമായി മാറുക. അബ്രഹാത്തോട് ദൈവം പറഞ്ഞു, നീ ഒരു അനുഗ്രഹമായിരിക്കും. നമുക്കും അനുഗ്രഹമായി മാറുവാൻ ഒന്ന് മാത്രം: അബ്രഹാത്തെ പോലെ ദൈവത്തിൽ വിശ്വസിക്കുക, ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തെ അനുസരിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെക്കുറിച്ച് വലിയ പദ്ധതികൾ ഒരുക്കിക്കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹിക്കുന്ന കർത്താവേ, ഞങ്ങളങ്ങിൽ ശരണപ്പെടുന്നു. ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ അങ്ങയ്ക്ക് അറിയാം. കർത്താവെ, തൻ്റെ മുമ്പിൽ നിഷ്കളങ്കരായി വർത്തിക്കുന്നവർക്ക് വേണ്ടി ശക്തി പ്രകടിപ്പിക്കുവാൻ അങ്ങയുടെ കണ്ണുകൾ ഭൂമിയിൽ ഊടാടി സഞ്ചരിക്കുന്നു എന്ന് പറയുമ്പോൾ, കർത്താവെ, അപ്രകാരമുള്ള ഒരവസ്ഥ, ആ നിഷ്കളങ്കത ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ ഉണ്ടാകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അതിനായിട്ട് അവിടുത്തെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ തന്നെ ഒരുക്കുവാൻ തക്കവിധം ഞങ്ങളെ സഹായിക്കട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമീൻ.